താഴെ നോക്കി പോവാ ടിക്കറ്റിന്റെ ചെറിയ സംഖ്യ അടിച്ചു നോക്കാം. ഇവിടെ ഇട്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ടിക്കറ്റ് ദിവസം എടുക്കാന്നല്ലാണ്ട് എന്ത് ചെയ്യാനാ? കഷ്ടപ്പാടുള്ളവന് കഷ്ടപ്പാട് അനുഭവിക്കുക തന്നെ. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. എവിടെ പോരാനാ? അതൊക്കെ പണ്ട് പോരും, ഇപ്പൊ ഒന്നും പോരാനില്ല. അല്ല, ഈ കാട്ടിട്ടുള്ള തിരിക്കാ ഇപ്പൊ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? എന്തെങ്കിലും കിട്ടുമോ നോക്കാന്ന്. ഇത് നല്ല സെറ്റപ്പാട്ടോ, നല്ല തണുപ്പുണ്ട്. ഞാനധികം ആത്തിരിക്കല്ലേ, ഇപ്പൊ പുറത്താണ്, നല്ല കാറ്റാ അവിടെ. ആദ്യമൊക്കെ രാത്രി പുറത്തേന് കിടക്കലേ ഞാൻ. ഇപ്പൊ കിടന്നാലേ വിവരം അറിയൂ, നേരം വെളുക്കുമ്പോഴേ ചിലതൊന്നും ഉണ്ടാവൂല. നേരെ ഞങ്ങള് പറഞ്ഞത്, രാത്രിയാകുമ്പോ പട്ടികളെ ശല്യാണ്. ഹലോ, ഈ ആഴ്ച വരണ്ട, അടുത്ത ആഴ്ച വന്നാൽ മതി. പണിയൊക്കെ വളരെ മോശമാണ്. അടുത്ത ആഴ്ച തരും. ശരി. ആദ്യമ്പോൾ അണ്ണാജി ശിവനാണ്, എല്ലാ ശനിയാഴ്ചയും മൂപ്പര് വരുന്ന പലിശക്ക് പൈസ വാങ്ങിക്കുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച കൊടുക്കാൻ, അടുത്ത ആഴ്ച ഉണ്ടാകും. പണി വേണ്ടേ? എത്രയാ കത്ത് വരുന്ന കല്യാണ കത്ത്? എങ്ങനെയാ കൊടുക്കാന്ന് ഒരു വയ്യും കാണുന്നില്ല. പണിയിട്ട് തീരില്ലാന്നല്ലോ. ആര് നീജി മര്യാദക്ക് പണിക്ക് പോലുണ്ടോ? കുടിച്ച് നടക്കുക എന്നല്ലാണ്ട് ഹിന്ദിക്കാരെ കണ്ട് പഠിക്ക്. ഓൾക്ക് വെയിലും ഇല്ല മഴയും ഇല്ല, ദിവസവും പണി. നിങ്ങളല്ലേ പറഞ്ഞ ഹിന്ദിക്കാരെ കണ്ടു പഠിക്കേ? ഞാൻ വൈകുന്നേരം ഒരു ഹിന്ദിക്കാർ പണി കഴിഞ്ഞ് വരുമ്പോഴത്തെ ഞാൻ അവിടെ എത്തും. ഞങ്ങളൊരു കമ്പനി ആക്കും. അതല്ലാന്ന് ഒരു 2 മാസം നാട്ടിൽ പോവുകയാണല്ലേ ഹിന്ദിക്കാരെ. എന്താ ചെയ്യപ്പോ? ആരും കിട്ടാനും പയ്യില്ല, ലേശം അടിക്കാൻ പയ്യേ. മറ്റേതാവും വൈകുന്നേരം അങ്ങനെ ഒത്തുപിടിച്ച് പോവുകയിനി. ഊള് തൊഴിലുറപ്പിനൊക്കെ പോയിട്ടേ എന്തെങ്കിലും ചില്ലറ തരും, പോക്കറ്റ് മണിയായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും. പിന്നെ ഞാനൊന്നും കൂടുതൽ സംസാരിക്കലും പറയലൊന്നുമില്ല. എന്നുവെച്ചാൽ ഇപ്പം എന്താ വെച്ചാൽ ഓലെ പേരിലെ റേഷൻ കാർഡൊക്കെ ആദ്യം നാഥനിനി, ഇപ്പം നാഥയായി. എന്താണ് ചെയ്യുക? ഞാൻ മിണ്ടാണ്ട് ഇരിക്കലപ്പോ. അത് നേരാ, ആകെ നായ്ക്കോലം കെട്ട്. എടോ അങ്ങാരാ, മുമ്പൊക്കൊരു നിലയും വിലയൊക്കെ വേണ്ടേ? എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗമുണ്ട്. ഇഞ്ചപ്പുറം നിൽക്കുകയി പണിക്ക് ഞാൻ വരാം, പക്ഷെ എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. അതിനല്ലടോ മേലനങ്ങണ്ടാന്ന് പറഞ്ഞ്. എന്നാ പിന്നെ ഞാൻ വരട്ടോ. അല്ല, മേലനങ്ങാത്ത പണി എന്താണ്? അത് കൊള്ളല്ലോ. മയക്കുമരുന്നിന്റെ കച്ചവടാടോ. മയക്കുമരുന്നിന്റെ കച്ചവടോ? ഇതിപ്പോ എവിടെയാ ചെലവാക്കാൻ? ഇത് മുമ്പൊക്കെ സ്കൂളിന്റെ അടുത്തൊക്കെ ചെലവാക്കടോ. ഇപ്പൊ കുട്ടികളുടെ ഇടയിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. വരും തലമുറയെ വഴിതെറ്റിക്കാൻ നടക്കുക നിങ്ങൾ രണ്ടാളും. എനിക്ക് വയറിനെന്തോ ഒരു അസുഖം, ഞാനൊന്ന് അസുഖം പോയിട്ട് വരാം.